ഹരി ഓം. നാരായണീയാമൃതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാരായണീയം ഒന്നാമത്തെ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. ആദ്യം വായിച്ച് അർത്ഥവും വ്യാഖ്യാനവും പറയാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാം ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമഃ. ഏവം ദുർലഭ്യവസ്തുന്യപി, വസ്തുനി അപി കൂട്ടി വായിക്കുമ്പോഴാണ് വസ്തുന്യപി, സുലഭതയാ ഹസ്തലബ്ധേ, ഹസ്തലബ്ധേ യദന്യത്, ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ക്ഷുദ്രതൈവ, ക്ഷുദ്രത ഏവ, അത് കൂട്ടി വായിക്കുമ്പോഴാണ് ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവത് വയന്തു, ഏതേ താവത് വയം തു, കൂട്ടി വായിക്കുമ്പോഴാണ് ഏതേ താവദ്വയന്തു, ദ് പ്ലസ് വ ആണ് ദ്വ. അപ്പോൾ കൂട്ടി വായിക്കുമ്പം ഏവേ താവദ്വയന്തു സ്ഥിരതര മനസ വിശ്വപീഡാപഹത്यै, വിശ്വപീഡാപഹത്यै, ത്यै ഉച്ചാരണം തെളിച്ച് പറയണം. നിശേഷാത്മാനമേനം, നിശേഷ ആത്മാനമേനം കൂട്ടി വായിക്കുമ്പോൾ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവം ആശ്രയാമ, ഗുരുപവനപുരാധീശമേവാശ്രയാമ. ഇനി വായിക്കേണ്ട രീതിയിൽ വായിച്ചു തരാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തോ സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. അർത്ഥം പറയാം. ഏവം, ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. ദുർലഭ്യവസ്തുന്യപി, ദുർലഭ്യവസ്തു ആണെങ്കിലും സുലഭതയാ സുലഭമായി ഹസ്തലബ്ധേ കയ്യിൽ കിട്ടിയിരിക്കെ ജനഹ ജനങ്ങൾ തന്വാ വാചാ ധിയാ വാ, തന്വാ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അന്യത് ഭജതി മറ്റു വല്ലതിനെയും, അതായത് മറ്റു വിഷയങ്ങളെ ഭജിക്കുന്നു. യത് ഇയം ബദ സ്ഫുട ക്ഷുദ്രത ഏവ, ഏതെന്നാണോ അത് കഷ്ടം തന്നെ, വ്യക്തമായ ക്ഷുദ്രത തന്നെ. ഏതേ വയം താവത് തു, ഏതേ വയം താവത് തു, ഈ ഞങ്ങളാകട്ടെ സ്ഥിരതര മനസ്സ, സ്ഥിരതരമായ മനസ്സോടെ, ഇളകാത്ത മനസ്സോടെ വിശ്വപീഡാപഹത്यै ലോകത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുന്നതിനായി നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമ. എല്ലാ താപത്തെയും നശിപ്പിക്കുന്നതിനായിട്ട് ഗുരുപവനപുരാധീശനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആശ്രയാമ, ആശ്രയിക്കുന്നു. അതായത് സർവത്തിൻ്റെയും ആത്മാവായ ഗുരുവായൂരപ്പനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം.
ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാവഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ ഗുരുപവനപുരാധീശമേവാശ്രയാമ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഗുരുവായൂരപ്പൻ ഒരു ദുർലഭ്യ വസ്തുവാണ്. ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മത്തെ നമുക്ക് അനായാസമായിട്ട് കയ്യിൽ കിട്ടിയിട്ട് മറ്റു വല്ലതിനെയും ഭജിക്കേണ്ട കാര്യമുണ്ടോ? ആ ഗുരുവായൂരപ്പൻ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ മറ്റു വല്ലതിനെയും ഭജിക്കുന്നത് ക്ഷുദ്രതയെ ആണെന്നാണ് ഇവിടെ പറയുന്നത്, ആചാര്യൻ പറയുന്നത്. എപ്പോഴും ആനന്ദമുണ്ടാകണം. ദുഃഖമില്ലാത്ത അവസ്ഥയാണ് ആനന്ദം എന്ന് പറയുന്നത്. ഈ പ്രാപഞ്ചിക ജീവിതത്തിൽ പലർക്കും പലതരത്തിലുള്ള ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്, ആഗ്രഹങ്ങളും ഉണ്ടാകാറുണ്ട്. ആഗ്രഹങ്ങളുണ്ടാകുമ്പം ആഗ്രഹങ്ങളിങ്ങനെ തിരമാല പോലെയാണ്. അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ പോകും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സുഖം ഉണ്ടാവുമോ? ആഗ്രഹങ്ങൾ സാധിച്ചു കഴിയുമ്പം അതിൻ്റെ പുറകെ മനുഷ്യൻ ഓടുമ്പോൾ പിന്നെ പല ദുഃഖങ്ങളും അതിലൂടെ തന്നെ ഉണ്ടാകും. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രാപഞ്ചിക സുഖങ്ങളെ ഭജിക്കുന്നത് കൊണ്ട് ആ സാന്ദ്രാനന്ദാവബോധം ഉണ്ടാകുകയില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആനന്ദം അനുഭവിക്കണം എപ്പോഴും. ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു ആ ബ്രഹ്മതത്വമായിട്ട് കാണപ്പെടുന്നത് ഗുരുവായൂരമ്പലത്തിലെ ആ ചൈതന്യം തന്നെയാണെന്ന്. ആ ചൈതന്യത്തെയാണല്ലോ ആചാര്യൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ആ ഗുരുഭവനപുരാധീശനെ ആശ്രയിക്കുന്നതിന് നമുക്ക് ആവശ്യം വേണ്ട യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ മനസ്സ് സ്ഥിരമായിട്ടിരിക്കുക. സ്ഥിരതര മനസ്സ് സ്ഥിരതരമായിട്ടിരിക്കുക. അചഞ്ചലമായ ഭക്തി കൊണ്ട് മാത്രമേ ഈശ്വരനെ ആശ്രയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇളക്കമില്ലാത്ത അവസ്ഥ, എപ്പോഴും ആ ഒരു ആനന്ദം അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ ആനന്ദത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വിശ്വപീഡാവഹത്തെ എല്ലാ പീഡകളും ദുഃഖങ്ങളും അതൊക്കെ തന്നെത്താൻ മാറിക്കോളും. നമ്മൾ ഓരോന്നിനെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദുഃഖത്തെക്കുറിച്ചായിരിക്കും. എന്തെങ്കിലും എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് അയ്യോ അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. നമുക്ക് എപ്പോഴും ഈശ്വരൻ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ആ അറിവ്, അതാണ് വേണ്ടത്. അങ്ങനെ ദുർലഭ്യ വസ്തുവായിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ ഹസ്തലബ്ധേ യതന്യത്, കയ്യിൽ നമുക്ക് ദുർലഭമായ വസ്തു ബ്രഹ്മതത്വത്തെ അനായാസമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കെ നമ്മൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ മറ്റു വല്ലതിനെയും ഭജിക്കുന്നത് ക്ഷുദ്രത തന്നെയാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്? ഏതേ താവദ്വയന്തു സ്ഥിരതര മനസ്സാ വിശ്വപീഡാവഹത്यै. സ്ഥിരമായിട്ട് ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നു. ഞങ്ങളെല്ലാ താപങ്ങളുടെയും ശാന്തിക്കായിട്ട് വിശ്വത്തിൻ്റെ മുഴുവൻ ശാന്തിക്ക് വേണ്ടിയിട്ട് അചഞ്ചലമായ മനസ്സോടെ അങ്ങയെ ആശ്രയിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഏവം ദുർലഭ്യ വസ്തുന്നവിസുലഭതയാ ഹസ്തലബ്ധേയതന്യത്. ഇങ്ങനെ അസുലഭമായ, അതായത് മഹാപുരുഷാർത്ഥമായിട്ട് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്ന പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം, ആ ഗുരുവായൂരപ്പൻ മോക്ഷം തന്നെ തരാൻ കഴിയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാപുരുഷാർത്ഥമായിട്ട് തെളിഞ്ഞു വിളങ്ങുന്ന ആ ബ്രഹ്മതത്വം സുലഭമായി കൈവന്നിരിക്കെ തന്വാവാചാധിയാവ ഭജതി പദജന ക്ഷുദ്രദൈവ സ്ഫുടേയം. ജനങ്ങൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ അന്യമായ മറ്റെന്തിനെയെങ്കിലും ഭജിക്കുന്നത് ക്ഷുദ്രത തന്നെ. ഏതേതാവദ്വയന്തു സ്ഥിരതര മനസ്സാ വിശ്വപീഡാവഹത്यै. അടിയനാകട്ടെ അചഞ്ചലമായ മനസ്സോടെ
ലോകപീഠശാന്തിക്കായിട്ട് സകലാത്മസ്വരൂപനായിട്ടുള്ള നിശേഷാത്മാനമേന ഗുരുഭവനപുരാധീശമേവാശ്രയാമ. സകല ആത്മസ്വരൂപനായ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി വായിച്ചു പഠിക്കുവാൻ പാകത്തിന് അത് വായിച്ചു തരാം. തെറ്റുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിച്ചു കഴിഞ്ഞ് അല്പസമയം അതിനകത്ത് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ വായിക്കണ കൂട്ടത്തിൽ വായിക്കേണ്ട. ഞാൻ വായിച്ചു കഴിഞ്ഞ് അല്പസമയം തരുന്നത് നിങ്ങൾക്ക് ആ ശ്ലോകം ആ വരി വായിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. വായിച്ചു തരാം. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത്. വായിച്ചു. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത്. തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത്. തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തോ സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै. വിശ്വപീഡാപഹത്यै ത്यै എന്നുള്ള ഉച്ചാരണം തന്നെ. ഏതേ താവദ്വയന്തോ സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै. നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശം ഏവാശ്രയാമ. പദം പിരിക്കുമ്പോൾ അങ്ങനെ വരും. ഏതേ താപദ്വയന്തോ സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै. നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. ഒന്നുകൂടി വായിച്ചു തരാം. നിങ്ങളാരും നാരായണീയം പഠിച്ചിട്ട് തെറ്റായിട്ട് വായിക്കേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ പ്രാവശ്യം പറഞ്ഞു തരുന്നത്. ആ ശ്ലോകം മുഴുവനായിട്ട് ഒന്നോടെ വായിക്കാം. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത്. തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തോ സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै. നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണേലും അത് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരി ഓം നാരായണ.